ഹലോ ഗൈസ്, അപ്പം ഇന്ന് നമ്മൾ ഓണൊക്കെ ആയില്ല, അതുകൊണ്ട് ഷോപ്പിങ്ങിന് പോകണം. അപ്പോൾ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പം ഞാനും അച്ഛനും അമ്മയും അമലും കൂടിയാണ് പോകുന്നത്. ഗൗതം ഇല്ല, ഗൗതം ബാംഗ്ലൂർ പോയി കാണും. അപ്പോൾ ഷെയ്മാട്ടി പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യത്തിനെല്ലാം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല. ഇപ്പം തന്നെ ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പ്ലാൻസ് അതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോ കാണാം. സുന്ദരൻ സ്വന്തമായിട്ടൊന്നും ഇല്ല. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇനി ഞാൻ വീഡിയോ എടുക്കല്ലേ. ഇത് നമ്മളിന്ന് എങ്ങോട്ട് പോകുന്നു? ലുലു പറയില്ല, ആൾക്കാർ ചവിട്ടിനി. നമ്മൾ ഇന്ന് പോകുന്നത് ഓണത്തിന്റെ ഷോപ്പിങ്ങിനാണ്. നമ്മൾ ഇന്ന് എന്തിനു പോകുന്നു? ഓണത്തിന് ഷോപ്പിങ്ങിന് പോകുന്നു. എവിടെ? ഷീമാട്ടി. കാണിച്ചു, ഷീമാട്ടി. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ സാരി സെക്ഷനിലോട്ടാണ് പോയത്. കാരണം അമ്മമ്മയ്ക്കും ഞങ്ങളുടെ ചിന്നു ചേച്ചിക്കും പിന്നെ എൻ്റെ അമ്മയ്ക്കൊക്കെ സാരി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം സാരി വെക്കാൻ പോയി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന വല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ, വല്ല കളർ ഉണ്ടെങ്കിൽ ആദ്യം അതായിരിക്കും ഞങ്ങൾ പ്രിഫർ ചെയ്യാം. അപ്പോൾ അച്ഛനിങ്ങനെ നടന്നു വന്നപ്പോൾ ആദ്യം റെഡ് സാരിയൊക്കെ കണ്ടപ്പോൾ ആദ്യം നമ്മളത് നോക്കി. പിന്നെ നമുക്ക് അതിൻ്റെ മെറ്റീരിയലൊക്കെ പിടിച്ചു നോക്കിയപ്പോൾ അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളത് എടുത്തില്ല. അപ്പോൾ അടുത്ത സാരി സെക്ഷനിലോട്ട് തന്നെ പോയി. ഞങ്ങളൊരു സാരി എടുത്ത് അത് കഴിഞ്ഞിട്ട് ബാക്കി സാരിയും കൂടി നോക്കുകയാണ്. അപ്പം അമ്മ ഇങ്ങനെ ഓരോ സാരികൾ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ അധികം കാണാത്ത മോഡൽ സാധനങ്ങൾ എടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ആ ഒരു സെക്ഷനിൽ തന്നെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ എടുത്ത സാരി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. അപ്പോൾ അതൊന്ന് നിവർത്തി കാണിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വേറെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഏതാ ബെസ്റ്റ് അത് ചൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്ത സാരി എല്ലാം എടുത്തത്. അത് കഴിഞ്ഞ് വേറൊരു സാരി കണ്ടു, അത് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് ചൂസ് ചെയ്തു. അച്ഛനമ്മേനെ കാണില്ല ഗൈസ്, മിസ്സായി. എവിടെയാടാ? ഉറക്കവിളി. ആദ്യത്തെ 2 സാരി പെട്ടെന്ന് തന്നെ കിട്ടി. മൂന്നാമത്തെ സാരി എടുക്കാൻ കുറച്ച് ടൈം എടുത്ത്. പക്ഷെ നമുക്ക് അവസാനം അത് കിട്ടി. അപ്പോൾ ആ സാരി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ നമ്മൾ അത് സെലക്ട് ചെയ്തു. അങ്ങനെ സാരി സെക്ഷനിൽ നിന്നെല്ലാം നമുക്ക് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കേണ്ട ഒരു ഷർട്ട്സാണ്. അപ്പോൾ ഷർട്ട്സ് എടുക്കാൻ വേണ്ടി അതിൻ്റെ സെക്ഷനിലേക്ക് വന്നേക്കാം. അപ്പോൾ കുറച്ചധികം ഷർട്ട്സ് നമുക്ക് നോക്കാനുണ്ട്. ഈ സെക്ഷനിൽ വന്നിട്ട് നമ്മൾ ആദ്യത്തെ ഷർട്ട് പെട്ടെന്ന് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഓരോ ഷർട്ട് ഇങ്ങനെ നിവർത്തി നോക്കായിരുന്നു. കാരണം നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനാണല്ലോ. അപ്പോൾ നമ്മുടെ കൂടെ ആളില്ലെങ്കിൽ പോലും അച്ഛന് ഓരോരുത്തരുടെ സൈസ് കറക്റ്റായിട്ട് അറിയാം. ഫുൾ സ്ലീവ് ഇടും. ഇതടിപൊളി. അങ്ങനെ അമ്മലിനും സാധനം കിട്ടി. അവൻ ഇട്ടിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ.
ഇത് മതിയാവൂല ഇറക്കോ കാണുമ്പോ കുറവല്ലേ ചുമ്മാ നടന്നു പോയപ്പോൾ ഒരു ഷർട്ട് അച്ഛനെ ആകർഷിച്ച്. അപ്പോൾ അത് ഓപ്പൺ ആക്കിയപ്പോൾ അത് ഫുൾ സ്ലീവ്. അച്ഛൻ കുറച്ചും കൂടി ഹാഫ് സ്ലീവാണ് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ അത് എടുത്തില്ല. ഇത് കൊള്ളാമില്ല ഇതോ ചേട്ടന് ഇടുന്നുണ്ട് ഇങ്ങനത്തെ. പിന്നെയും ഒരു ഷർട്ട് അച്ഛനെ അട്രാക്ട് ചെയ്തു. അച്ഛനെ മാത്രമല്ല കേട്ടോ, നമുക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അച്ഛനോട് അത് ട്രൈ ചെയ്യാൻ പറഞ്ഞു. കാരണം നല്ല രസമുണ്ട് അത് കാണാൻ. അച്ഛൻ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അടിപൊളിയായിരിക്കുന്നു തോന്നി. അച്ഛൻ ഇട്ട് കഴിഞ്ഞപ്പോഴും ഭയങ്കര രസമായിരുന്നു. അതിട്ട് കഴിഞ്ഞപ്പോൾ അച്ഛനുണ്ടായ ഒരു സന്തോഷം. കാരണം അത് അച്ഛന് ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷേ അത് നമ്മൾ എടുത്തില്ല. കാരണം അത് അച്ഛൻ അവരോട് ചോദിച്ച സമയത്ത് അത് ഡ്രൈ വാഷ് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അത് അവിടെ തന്നെ ഉപേക്ഷിച്ച്. കണ്ണാപ്പി സെറ്റ് കുഴപ്പമില്ല. സായിയാണ്. ആ ഇത് പക്ഷേ ഇവിടെ ടൈറ്റ് ഉണ്ടാവും. ആണോ? ഇതിന് അത്ര ഇല്ല. ഇത് സെയിം ഫിറ്റ് ആണോ? അവന് ടൈറ്റ് ഫിറ്റ് ചിലപ്പോൾ പ്രശ്നമാവുന്നു. ഇഷ്ടായ കറക്റ്റ് ലെങ്ത്. ആ നല്ലതാ. ആ ജീൻസ് ശരിക്കും ഇഷ്ടപ്പെട്ട്. കറക്റ്റ് ഫിറ്റ്, കറക്റ്റ് കളർ. അങ്ങനെ ജീൻസ് എടുത്തു കഴിഞ്ഞു. അമലും മെൽവിയും സായും മാത്രം ജീൻസ് ഇട്ടുള്ളൂ. പിന്നെ ബാക്കിയുള്ളവർക്ക് മുണ്ട് നോക്കാം. ഞങ്ങൾ മുണ്ടിൻ്റെ സെക്ഷനിലേക്ക് ആട്ടോ വന്നിട്ടുള്ളത്. ക്യാമറമാന് ശമ്പളം ഉണ്ടാ? ഇല്ല, ഫുഡ് തരാം. നിനക്കല്ലെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി തരാറില്ലടാ. കരിമീൻ ഉണ്ടാക്കിയിട്ട് ഞാൻ മറ്റേ റീൽ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കരിമീൻ ഉണ്ടാക്കിയെന്നൊക്കെ. എന്നെ കിട്ടിയോ ഇതിലൊക്കെ? ഇന്നത്തിനെ കണ്ടില്ല. ഇതും പോകൂലേ? വെല്ലിച്ചനോ അച്ചിച്ചനോ? അയ്യോ, അത് അടിപൊളി സാധനം. നീല കളർ. ആ, ഇത് അച്ചിച്ചന് കൊടുക്കും. ഇത് കണ്ടേ? ഇത് നല്ലതാ. നമ്മൾ വയ്യത് കാരണം ഇത് പതിയെ പതിയെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തുടങ്ങി. ആൾക്കാരൊക്കെ കുറഞ്ഞു തുടങ്ങി. ഇപ്പം എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിപ്പോൾ ഷോളാണോ നോക്കിക്കൊണ്ടിരിക്കണേ? ഷോൾ നോക്കിക്കൊണ്ടിരിക്കുക.
അമ്മയ്ക്ക് ഇപ്പോഴാണെങ്കിൽ വിശന്ന് വയറ് കത്തില്ലാണ്ടായി 6 പാക്കൊക്കെ തെളിഞ്ഞ് കണ്ട് എവിടെ കഴിക്കാൻ പോകുന്ന അറിയില്ല ഗൈസ്. അച്ഛൻ്റെ ഷർട്ട് ഇട്ട് കാരണം വെരി ഗുഡ് ലുക്കിംഗ് ആണെന്നാണ് ചേച്ചിയും ചേട്ടന്മാരും പറയണത്. ഇവിടെയൊക്കെ കാലിയാക്കുന്നുണ്ട്. നമ്മളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. നീ പ്രതീക്ഷിക്കാം നീ ഫുഡ് അടി വ്ളോഗ് ആയിരിക്കും. അത് സെപ്പറേറ്റ് വ്ളോഗ് എടുക്കണോ ഈ വ്ളോഗ് തന്നെ എടുക്കണോ? ചേച്ചിക്ക് അങ്ങനത്തെ ഒരു സാധനമില്ലേ? എനിക്കുണ്ട് എൻ്റെ എൻഗേജ്മെന്റിന്റെ എന്താ പറയാൻ പറ്റുന്നറിയോ? എവിടേക്കാണോ ഫുഡ് കിട്ടണ എവിടെയെങ്കിലും കൊണ്ടുപോകും. കഴിച്ചാൽ മതി എന്നൊക്കെ. മിക്കവാറും ഞാൻ വയറ് പൊട്ടിക്കും. കോമ്പറ്റീഷനുള്ളതാണ്. അതിന്റെ വേണമെങ്കിൽ ബ്ലോഗ് എടുത്തു. ഞാൻ കപ്പടിക്കണൊക്കെ അങ്ങനെ പെട്ടെന്ന് തോക്കൂല. പറയാൻ പറ്റില്ല. ഇവന് ഇങ്ങനെ കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാല് കണ്ടലൊടിയും കൈയും കാലൊക്കെ ഒടിയും. അപ്പൊ ഇനിയും എന്തൊക്കെയുണ്ട്. ഒരു തവണ എന്റെ ഡിസ്ക് ബൾജായി. തവണ അങ്ങനെ ആവാൻ ഞാൻ സമ്മതിക്കൂല. നീ സമ്മതിച്ചിട്ട് കാര്യമില്ല. നിന്റെ കയ്യിൽ ഇപ്പൊ ശരിയല്ലല്ലോ. 66 വെയിറ്റ് കാറ്റഗറിയിൽ ഫസ്റ്റ് ഞാൻ അടിച്ചിരിക്കും ചിലപ്പോ. അതെന്താണെന്നറിയോ? നമുക്കിതെല്ലാം ഗിഫ്റ്റ് കൊടുക്കാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ കവറിലിട്ട് കൊടുക്കും. ഞങ്ങളുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ സംഭവങ്ങളും കിട്ടി നമുക്ക്. ഇനി നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഫുഡ് കഴിക്കണം. നല്ല വിശപ്പായി അപ്പോഴേക്കും. കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 10:30 ഒക്കെ ആയിട്ടുണ്ട്. 10 മണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കും അമ്മലിനൊക്കെ നല്ല വിശപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഫുഡ് കഴിക്കാനാണ് പോണത്. പരിങ്ങിരിക്കണം. ഫുഡ് ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ കുറച്ച് ഡിലേ ആയിരുന്നു. പക്ഷേ കിട്ടിയ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലായിരുന്നു. പിന്നെ അമ്മലുള്ളതുകൊണ്ട് വലിയ സീൻ ഉണ്ടായിരുന്നില്ല. അതെല്ലാം ഞങ്ങൾ ഫിനിഷ് ചെയ്തു. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീടെത്തി. കാരണം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ച ക്ഷീണവും എല്ലാം കൂടി എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ മതി എന്നായിരുന്നു.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണുള്ളത്. ബാക്കി വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.